മറ്റൊരു കാര്യമെന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച ആ കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ആ ജാമ്യാപേക്ഷ പരിഗണിച്ചു, അത് തള്ളുകയും ചെയ്തു. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ അനുവദിച്ചിരിക്കുകയും കൂടി ചെയ്യണം. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡിയിലുള്ളത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഉണ്ണി, ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു, പറയൂ. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ നൽകിയത്. നേരത്തെ രാഹുലിന് ജാമ്യം കോടതി നിഷേധിച്ചിരുന്നു. പിന്നാലെയാണ് ജാമ്യാപേക്ഷ നൽകിയത്. എന്തായാലും ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നതെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടലിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച, സൈബർ ഇടങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ഒരു കാര്യം. എന്തായാലും ജാമ്യം ആവശ്യപ്പെട്ട് നൽകിയ, ജാമ്യം ലഭിക്കണമെന്ന് അപേക്ഷ നൽകിയ ഹർജി എന്തായാലും തള്ളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ കോടതി അനുവദിച്ചു എന്നതാണ് എടുത്തു പറയുന്ന കാര്യം. നാളെ വൈകിട്ട് 5 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് രാഹുൽ ഈശ്വറിനെ. നേരത്തെ രാഹുൽ ഈശ്വറിനെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. നിരാഹാരം അനുഷ്ഠിക്കുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് സെൻട്രൽ ജയിലിലേക്ക് രാഹുൽ ഈശ്വറിനെ മാറ്റിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട കാര്യം. രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ അനുവദിച്ചിരിക്കുന്നു. നാളെ വൈകിട്ട് 5 മണി വരെ രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും രാഹുൽ ഈശ്വറിന് സൈബർ അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. നേരത്തെ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അത് തള്ളുന്ന സ്ഥിതിക്കുണ്ടായി. പിന്നാലെ റിമാൻഡിലേക്ക് പോകുന്ന സാഹചര്യം. അതിന് പിന്നാലെ ഇന്നലെയാണ് വീണ്ടും ജില്ലാ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാലും ആ ജാമ്യാപേക്ഷയും തള്ളിയിരിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ അനുവദിച്ചിരിക്കുന്നു. നാളെ വൈകിട്ട് 5 മണി വരെ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ശരി ഉണ്ണി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലെ പരാതിക്കാരിയെ അധിക്ഷേപിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ അനുവദിച്ചിരിക്കുന്നു. നാളെ വൈകിട്ട് 5 മണി വരെ കസ്റ്റഡിയിൽ തുടരും രാഹുൽ ഈശ്വർ. കൂടുതൽ കണ്ടെത്തലുകൾ അവിടെ നിന്നും ലഭിച്ചേക്കും എന്നുള്ള വിവരങ്ങളാണ് KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.